ഹലോ ഗായ്സ്, വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്നറിയോ? സാധാരണ ഞാൻ ഒരു മെയിൻ ഡിഷോ അങ്ങനെ എന്താണ് കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. സോ ഈ ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്ത് ഫെസ്റ്റിവലോ എന്ത് ബർത്ത്ഡേ സംതിങ് ലൈക്ക് ദാറ്റ് വി ഓൾവേസ് മേക്ക് ദിസ് ഡെസേർട്ട് ആൻഡ് വി ഈറ്റ് ഇറ്റ്. സോ ദിസ് ഡെസേർട്ട് ഈസ് പായസം. ഏത് പായസം? ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഫേവററ്റായ കടല പായസമാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. വാ നമുക്കിതാ ഈ കടല പായസം കഴിക്കാം. ഓ ഷിറ്റ്, വീഴുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഈ കടല പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. യെസ്, നല്ല ചൂടുണ്ട് ഗൈസ്, ബട്ട് വെരി ടേസ്റ്റി, അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഇന്നത്തെ കണക്ക് ഞാൻ വീണ്ടും ഒരു റെസിപ്പി വരുന്നുണ്ട് ഈ വീഡിയോ റിവ്യൂവിന് ശേഷം, അപ്പോൾ അതും കാണണം. പക്ഷേ ഇത് നോർമലി കഴിക്കുന്ന കാട്ടി എനിക്കിഷ്ടം ഒരു പപ്പടത്തെയോ ഒരു പഴത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് അടിപൊളി. അപ്പോൾ ശരി ഗൈസ്, ഇനി എൻ്റെ റെസിപ്പി കണ്ടോളൂ. അപ്പോൾ ശരി, ബൈ. ഹലോ ഗായ്സ്, നമ്മൾ റെസിപ്പി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കാഷ്യൂ അങ്ങ് വറുത്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കാഷ്യൂ വറുത്തെടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ കാഷ്യൂ വറുത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുന്തിരിയാണ് ഗൈസ്. അപ്പോൾ മുന്തിരിയും കാഷ്യൂവും വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാലോ. യെസ്, കം ഓൺ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജാഗറി അല്ലെങ്കിൽ ശർക്കര എന്നും പറയാം. ശർക്കര പറയണം, ജാഗറി ഇംഗ്ലീഷ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ശർക്കര അങ്ങിടുക. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കടല ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ ഈ പ്രഷർ കുക്കറിലേക്ക് അങ്ങിടും. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ക്ലോസ് ചെയ്യുക. ഓ വെയിറ്റ് അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. യെസ്, അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം, അപ്പോൾ നമുക്ക് ഇനി പായസം ഉണ്ടാക്കാം. കൂട്ടെല്ലാം ഉണ്ടാക്കി ഇനി പായസം നമുക്ക് ഉണ്ടാക്കിയാലോ. യെസ്, കം ഓൺ, ലെറ്റ് അസ് മേക്ക് ദ കട്ല പായസം. ആദ്യം നമ്മൾ കുറച്ച് ഗീ അങ്ങ് പാത്രത്തിൽ എടുക്കുക. യെസ്, ആൻഡ് ദെൻ ആഫ്റ്റർ വേർഡ്സ് ഒന്ന് ചൂടായൊക്കെ വരുമ്പോൾ നമ്മൾ ഇടേണ്ടതാണ് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇടേണ്ടത് ഈ കടല എന്ന് വെച്ചാൽ കടല നമ്മൾ വേവിച്ച് വെച്ചില്ല, അതാണ് അടുത്തതായിട്ട് നമ്മൾ ഇടേണ്ടത്. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇടേണ്ടത് യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോണ ബി ദ ശർക്കര. നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ഈ ഒരു കളറിലാകുമ്പോൾ നമ്മൾ പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി കളറാവും. ഇതൊക്കെ നമ്മൾ കാടമൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്താ രസം, എന്താ അടിപൊളിയല്ല ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബിക്കോസ് കളറോ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ കണ്ടോ, അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ദിസ് ഈസ് ഓസം സൂപ്പർ പ്രിറ്റി ഈസി ഓൾസോ. യെസ്, ആൻഡ് see you, it's Hungry Man signing off. Bye bye.